നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. നമ്മുടെ പരിപാടിയുടെ പേര് സ്റ്റോറീസ് ബൈ വിഷ്ണു. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് കിട്ടി, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോകാൻ പറ്റിയ ഒരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. അന്നത്തെ ദിവസം നമ്മൾ ആ എൻറ്റയർ ഡേ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമുക്ക് ആ എൻറ്റയർ ഡേ എങ്ങനെ അത് പോസിറ്റീവ് ആവുമെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം പതിവ് പോലെ ഞാൻ എഴുന്നേറ്റു. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അഡ്വർടൈസിങ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് മാനേജറായിട്ട്. അപ്പം എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ സ്പോൺസർഷിപ്പിൽ ഒരു ഓണപ്പരിപാടി നടക്കുന്നുണ്ട് കൊച്ചിയിൽ വെച്ച്. അപ്പം ഞാൻ ആ പരിപാടിക്ക് വേണ്ടി അവർ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ പരിപാടിക്ക് വരിക, നിങ്ങളുടെ ബ്രോഷേഴ്സ്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ബ്രോഷേഴ്സ് ആൾക്കാർക്ക് കൊടുക്കുക. ഇതായിരുന്നു നമുക്ക് തന്ന ഇൻഫർമേഷൻ. അപ്പം നമ്മൾ ബ്രോഷർ ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി ഒരു ഗേളിനെയും ഒരു ബോയിയും സെറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ കൊടുക്കുക, അവരുടെ നമ്പേഴ്സ്, കസ്റ്റമേഴ്സിൻ്റെ നമ്പേഴ്സ് വാങ്ങി. ഇതായിരുന്നു നമുക്ക് അജണ്ടയിലുള്ളത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസത്തേക്ക് കുട്ടിയെ സെറ്റ് ചെയ്ത് രണ്ടുപേരും സെറ്റ് ചെയ്തതാണ്. പക്ഷെ അവർ തലേ ദിവസം വിളിച്ചിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തുള്ളവരാണെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ രണ്ടുപേരുടെയും ഗ്രാൻഡ് പേരൻസ് മരിച്ചു ഒരു ദിവസം തന്നെ. അപ്പോഴേ എനിക്ക് മനസ്സിലായി സംഭവം ഉടായ്പാണ്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിലും ചെയ്ത അതേ പരിപാടി തന്നെ. ഞാനപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയല്ലേ, ശരി, നമുക്ക് പേയ്മെൻ്റൊക്കെ ഉള്ളതാണ്, അതിൻ്റെ അല്ല. അവരപ്പം സമയമായപ്പോൾ അവർ കാല് മാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോരം എൻ്റെ വാക്കാണ്, ഞാൻ ഏറ്റതാണ് പരിപാടി, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് അവൻ പറഞ്ഞു, അവന് എടുത്ത വായിൽ നമുക്ക് പോവാം. കാരണം പരിപാടി വൈകിട്ട് 3 മണി മുതൽ 8 മണി വരെ ഉള്ളൂ. അപ്പോൾ രാവിലെ തൊട്ട് 3 മണി വരെ എന്നുള്ള ആ ടൈം നമുക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് എടപ്പള്ളിയിൽ ഇറങ്ങി ലുലുവിൽ പോവാം എന്നൊക്കെ ഞാനിവിടെ പ്ലാൻ ചെയ്തു. അവന് ഏറ്റു ഡബിൾ. ഓക്കെ, അവനാണെങ്കിൽ ഇപ്പം വിദേശത്തുനിന്ന് വന്നേ ഉള്ളൂ, യൂറോപ്പിലായിരുന്നു. അപ്പം ഞാൻ വന്നപ്പം പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാൻ പോവാം. അവനും സമ്മതിച്ച്. കാറിൽ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, കാറിൽ പോകണ്ടടാ, ഭയങ്കര യൂഷ്വലി ഇപ്പോൾ നമുക്ക് ഹൈവേയുടെ പണി അറിയാമല്ലോ, ഭയങ്കര ബ്ലോക്കാണ്. ആ തുറവൂർ അങ്ങോട്ടൊന്നും അരൂരോട്ട് പോകാൻ പറ്റത്തില്ല, അടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കോട്ടയം വഴിയൊക്കെ പോകണം. ഞാൻ പറഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ പോകാം, എന്നിട്ട് മെട്രോ കയറിയാൽ മതി, എടപ്പള്ളി ഇറങ്ങാം, സൗകര്യം അതാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത് രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു 10 മണി 11 മണിക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു ട്രെയിനിന്. അവിടെ ലാസ്റ്റ് ട്രെയിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കേ ട്രെയിനുള്ളൂ നാട്ടിൽ നിന്ന്, കായംകുളത്തുനിന്ന്. അപ്പോൾ ഞാൻ വെച്ച് അങ്ങനെ അങ്ങ് പോകാം, എടപ്പള്ളിയിലൊന്ന് കയറിയിട്ട് അങ്ങ് പോവുകയും ചെയ്യാം. അപ്പം കറക്റ്റ് ഒരു 10 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയടാ, ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയുന്ന കാരണവും ഇവൻ്റെ കൊച്ച് ബർത്ത്ഡേക്ക് വിഷ് ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ഇവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കൊച്ചിൻ്റെ. രാത്രിയിൽ വിഷ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് അവൾ പിണങ്ങി. ഞാൻ ആലോചിക്കുക, ഈ സില്ലി കാര്യത്തിനൊക്കെ ഇങ്ങനെ പിണങ്ങും ആൾക്കാർ. ഓക്കെ, ഇനി അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കും. എന്നിട്ട് ഇവൻ തന്നെ വാട്സപ്പിൽ ഒരു ചാറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത്, സത്യത്തിൽ ഇത് കള്ളമായിരുന്നെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച്, ഇപ്പോൾ ഉടനെ കാണണമെന്നൊക്കെ കൊച്ചു മെസ്സേജ് അയച്ചേക്കുന്ന രീതിയിൽ. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ വെച്ച് ഞാൻ പറഞ്ഞ വാക്കാണ്. ഏകദേശം 5000 നോട്ടീസുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ചെയ്യുന്നത് രാവിലെ KSRTC കയറ്റി വിട്ട് അങ്ങനെയായിരുന്നു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫസ്റ്റ് ബാച്ച് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. പക്ഷേ ഇത് കളക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ മറ്റേ പിള്ളേരുടെ ലൊക്കേഷനിൽ അയച്ചു കൊടുത്തു. അപ്പം ഞാൻ ആകെപ്പെട്ട്. ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ അയച്ചു കൊടുത്താൽ അവിടെ ഇരിക്കട്ടെ, എൻ്റെ ഈ സെക്കൻഡ് ബാച്ച് ഒരു 1000-2000 നോട്ടീസ് ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് വെച്ചു. ഞാനപ്പോൾ അത് ബാഗിലിട്ട് നമുക്കൊരു വണ്ടിയുണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ പോലെ, ഞാൻ അതിലാണ് പോകുന്നതും വരുന്നതൊക്കെ. അപ്പോൾ ഞാൻ നേരെ കായംകുളം കൊണ്ടുവന്ന് 11 മണിക്കാണ് ട്രെയിൻ. 11 മണിക്ക് 5 മിനിറ്റേ ഉള്ളൂ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. എനിക്ക് പാർക്കിംഗ് കൗണ്ടറിൽ പോയി വണ്ടി വെക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഞാൻ അതുകൊണ്ട് വെളിയിൽ നോ പാർക്കിങ്ങിനാണ് വെച്ചത് പാടെ മഴ, പെരുമഴ, എങ്ങും വന്നു അറിയത്തില്ല. ഫുള്ള് നനഞ്ഞ്, എൻ്റെ ബാഗ് നനഞ്ഞ്, ഞാൻ നനഞ്ഞ്, ഫുള്ള് ഷൂ നനഞ്ഞ്. ഞാനങ്ങനെ അന്നത്തെ ദിവസമേ നമുക്ക് പോകുന്ന ഒരു രീതി ഫീലിങ്. ആദ്യം നമ്മുടെ മീറ്റിംഗ് ക്യാൻസലായി, അവർ വന്നില്ല, നമ്മുടെ കൂട്ടുകാരൻ വന്നില്ല, മഴ പെയ്ത് മൊത്തം നനഞ്ഞ് കുളിച്ച്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം പോയി. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ മൂഞ്ചിന്ന് തന്നെ ഞാൻ വിചാരിച്ചു എന്തോ ഒരു ഏറ്റവാക്കാണ്, നമുക്ക് പോവാം. നേരെ ഞാൻ പറഞ്ഞ ട്രെയിനെ ഓടി കയറി, ടിക്കറ്റ് എടുത്തില്ല. പിന്നെ UTS വഴി ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി. മൊത്തം നനഞ്ഞ്. അതാണ് നേത്രാവതിക്കാണ് പോയത്. നേത്രാവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 4 ബോഗിയുള്ളൂ, 2 ഫ്രണ്ടിലും 2 ബാക്കിലും. അത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. കായംകുളം കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ എറണാകുളം. ആകെ 2 സ്റ്റോപ്പാകുമ്പോൾ എനിക്ക് അവിടെ എത്തുകയും ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ തൃശ്ശൂരത്. അപ്പം ആൾക്കാർ സീറ്റ് കിട്ടാൻ വേണ്ടി പെടാപ്പാട് വിടുന്നത് അതിനകത്ത്.
എനിക്ക് എങ്ങനെയോ ദൈവസഹായം ഒരു സീറ്റ് ഒരു മൂലയ്ക്ക് കിട്ടി. അത് 4 പേര് ഇരിക്കേണ്ട സീറ്റിൽ ഞാൻ അഞ്ചാമനായിട്ടിരുന്നു. അങ്ങനെ എനിക്കൊരു അരക്കുണ്ടി വെക്കാനുള്ള സ്ഥലം കിട്ടി. ഞാൻ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നനഞ്ഞിരിക്കുമല്ലേ, ആകെ പുഴുത്ത് ദേഹമെല്ലാം നനഞ്ഞ്, എനിക്ക് വയ്യ ഇരിക്കാൻ. അപ്പോഴത്തേക്ക് ആൾക്കാരെ ഒത്തിരി തിങ്ങി നിൽക്കുകയാണ്. എനിക്ക് ഈ ഒത്തിരി ആൾക്കാർ തിങ്ങി നിൽക്കുമ്പോൾ എനിക്കൊരു അൺകംഫർട്ടബിൾ, എനിക്ക് തുമ്മൽ വരികയും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം കോഴിക്കോട് ഇറങ്ങാൻ പറ്റി 2 പെൺപിള്ളേർ, നല്ല നല്ല നീതുവെന്നും നിസാമോൾ എന്ന് പറഞ്ഞാൽ തോന്നുന്നു പേര്. അവരെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ അവരോട് ഞാൻ പറഞ്ഞു ഞാനിവിടെ എറണാകുളത്ത് ഇറങ്ങും. അപ്പം ഞാൻ പറഞ്ഞെന്നേ ആലപ്പുഴ കഴിയുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേക്കാം. അപ്പം ഞാനപ്പോഴത്തേക്ക് എനിക്ക് തുമ്മൽ വന്നു തുടങ്ങി. ഞാൻ പറയുന്നത് നിങ്ങളിവിടെ ഇരുന്നോ, 2 പേരോട് ഇരുന്നോ. അപ്പം അത്യാവശ്യം വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന സ്പേസിൽ ഇവർക്ക് 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ വെളിയിൽ ഡോറിൻ്റെ സൈഡിൽ പോയിട്ട് എൻ്റെ ഉടുപ്പ് ഇതെല്ലാം ഉണക്കുക. കാരണം മൊത്തം നനഞ്ഞിരിക്കുക, ഷൂ ഒക്കെ നനഞ്ഞ് ഞാൻ ആകെ പെട്ടിരുന്ന് ഞാൻ ഉണങ്ങി. അവിടെ ഇരുന്ന് തന്നെ കാറ്റടി കൊണ്ട് ഉണങ്ങി, ഉടുപ്പൊക്കെ ഉണങ്ങി. ഞാൻ എറണാകുളം ഇറങ്ങി. അങ്ങനെ ഫുഡ് കഴിച്ച് ഞാൻ സൈറ്റിലെത്തി, ഊബർ എടുത്ത് സൈറ്റിലെത്തിയപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി. നമ്മുടെ കൂടെ സ്പോൺസർഷിപ്പ് ഉള്ളത് വലിയ വലിയ ബാങ്ക്സ്, കൊട്ടാക് ബാങ്ക്സ്, അങ്ങനെ പെറ്റ് ആൻഡ് കെയറിൻ്റെ വലിയ സംഭവങ്ങൾ, പിന്നെ വില്ലാസ്, ബിൽഡേഴ്സ്, അങ്ങനെയുള്ളവരുടെ സ്റ്റോൾസാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് സ്റ്റോൾ ഉണ്ടെന്ന്. നമുക്ക് സെപ്പറേറ്റ് സ്റ്റോൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, സ്പേസ് ആട്ടോ. ഇവരെല്ലാം സ്റ്റോൾ പ്രിപ്പയർ ചെയ്താണ് വന്നേക്കുന്നത്, വലിയ വണ്ടിയിൽ ഇവരുടെ സ്റ്റോൾസ് എല്ലാം വന്നു. ഞാനപ്പോൾ വിചാരിച്ചു നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ അത്ര ഹൈ പ്രൊഫൈലിൽ സ്റ്റോൾസൊക്കെ ഇട്ട് വെച്ചേക്കുക, നമുക്കിവിടെ ഒരു ഓപ്ഷനില്ല. അങ്ങനെ ഞാൻ തന്നെ പോയി ഡെസ്ക് എടുത്തുകൊണ്ട് വന്നൊരു ക്ലോത്ത് അവിടെ നിന്ന് എടുത്തിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡിസ്പ്ലേ വെക്കാനൊരു ബോർഡോ ഒന്നുമില്ല, ഹോർഡിങ്സോ ഒന്നുമില്ല, ആകെ കുറച്ച് നോട്ടീസ് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ റോഡിൽ പോയി പോസ്റ്റയിലൊക്കെ ഈ വീട്ടുജോലി ആവശ്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ ഇത് വെക്കുമല്ലോ, ഹോർഡിങ്സ് പോലെ ചെറിയ പ്ലാസ്റ്റിക്കിൽ ഈ കമ്പിയൊക്കെ വെച്ച് കെട്ടി. അങ്ങനെ അതെടുത്തുകൊണ്ട് വന്ന് അതിൽ ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് ഇതാ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. എന്നിട്ട് ബ്രോഷറും വേണ്ട, ഒരു ബുക്കും ഉണ്ട്, പേനയുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ 2 പേര് ചെയ്യേണ്ട ജോലിയാണ്, ഞാൻ ഈ ഒറ്റയ്ക്കാൾ ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുക. അങ്ങനെ ഞാനപ്പം പരിപാടി സ്റ്റാർട്ടായി. 5 മണി ആയപ്പോഴത്തേക്ക് എല്ലാവരും ഗാദറിങ് ആയി വന്നു തുടങ്ങി. ഞാനിപ്പോൾ ബ്രോഷേഴ്സൊക്കെ ഞാൻ ഇട്ടത് ഈ പെറ്റ് ആൻഡ് കെയറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടിട്ട്. അപ്പോൾ ഈ പട്ടികളും ഇവരെയൊക്കെ നല്ല ക്യൂട്ടായിട്ട് പട്ടിയൊക്കെ ഒരുക്കിക്കൊണ്ട് വരും. അവരുടെ ഗ്രൂമിങ് ഉണ്ട്, അതുപോലെ അവർക്കുള്ള ഫുഡ്സ് എല്ലാം അവൈലബിൾ ആക്കിയിട്ട് വെച്ചേക്കുന്ന ഒരു സ്റ്റോളാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇത് വെച്ചു, കാരണം എല്ലാവർക്കും ഇവിടെ വരും. അപ്പോൾ എനിക്കിത് കൊടുക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ അവിടെ ഇരുന്ന് ഫസ്റ്റ് എൻ്റെ മെത്തേഡ് വിജയിച്ചു. എല്ലാവരും 5 മണി ആയപ്പോഴത്തേക്ക് ഈ പട്ടികളും പെറ്റ്സും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇവരെ കാണാൻ വേണ്ടി എല്ലാ ആൾക്കാരും അവിടെ ഗാതേഡായി. അപ്പം ഞാൻ എൻ്റെ പ്രൊഡക്റ്റൂടെ സെല്ല് ചെയ്യാൻ തുടങ്ങി. ബ്രോഷർ കൊടുക്കുക, അവരോട് സംസാരിക്കുക. അങ്ങനെ എൻ്റെ പ്രോഡക്റ്റ് ഒരു പെസ്റ്റിസൈഡിൻ്റെ ക്ലയൻ്റ് ആയിരുന്നു, GHL എന്നാണ് പേര്. അപ്പം ഞാൻ ആ പെസ്റ്റിസൈഡിൻ്റെ നിങ്ങളുടെ ഇപ്പം അത് എലി, പാറ്റ, അങ്ങനെ ഈ മൂട്ട, നമ്മുടെ ചെതൽ, ഇതെല്ലാം പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇവർ വന്നിത് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കും. അതാണ് നമ്മുടെ പരിപാടി വരുന്നത്. അപ്പോൾ ഈ ബ്രോഷർ കൊടുക്കുക, അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത്. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ സ്ട്രാറ്റജി ഇറക്കിയത് ഇവർ എങ്ങനെയെങ്കിലും ഈ സാധനം വീട്ടിലെത്തിക്കണം. അപ്പോൾ ഈ ഒറ്റ മെത്തേഡേ എനിക്ക് ഓർമ്മയുള്ളൂ, പിള്ളേരുടെ കൈ കൊടുക്കുമ്പോൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിള്ളേരെ വിളിച്ചിട്ട് അവിടുത്തെ ഒരു ഫ്ലാറ്റിലെ ഉടമ പോലെ ഞാൻ വിളിച്ചു, ഇവിടെ ഓടാ, ഇത് അമ്മയുടെ കൊടുക്കണമെന്ന് പറയാൻ കൊടുത്ത്, അല്ല അച്ഛൻ്റെ കൊടുക്കണമെന്ന് പറയാൻ കൊടുത്ത്. വേറെ ഡീറ്റെയിൽസ് ഒന്നും അവരോട് പറയത്തില്ല. അവരപ്പം ആകെ ബ്ലിങ്കസി അടിച്ചിരിക്കും, ഇത് എന്തുവാ. അപ്പോൾ ഇത് ഇവർ കൊണ്ടേ കൊടുക്കും. അങ്ങനെ കുറേ പേര് പറഞ്ഞു. ഞാൻ കുറേ പേരെ പോയി അപ്രോച്ച് ചെയ്തപ്പോൾ മോള് കൊണ്ട് തന്നു, അല്ലെ മോൻ കൊണ്ട് തന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ സ്ട്രാറ്റജി അവിടെ വിജയിച്ചു ഫൈനലി. പിന്നെ ഞാൻ പതിയെ ആൾക്കാരിലോട്ട് ഇറങ്ങി ഇത് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തുപോലെ എൻ്റെ സ്റ്റോളിലോട്ട് വരുന്ന ഒരു ലെവൽ കുറഞ്ഞു, എന്ന് വെച്ചാൽ പെറ്റ്സിലോട്ട് വരുന്നതും കുറഞ്ഞു. അപ്പം ഞാൻ വെച്ച് എൻ്റെ ബാക്കിയിരിക്കുന്ന നോട്ടീസസ് കൊടുക്കണം. എൻ്റെ ടാർഗറ്റ് മിനിമം ഒരു 300 പേർക്കെങ്കിലും കൊടുത്ത് സംസാരിക്കണമെന്നായിരുന്നു എൻ്റെ ടാർഗറ്റ്. അങ്ങനെ അതും കൊണ്ട് ഇറങ്ങി. ജസ്റ്റ് ആദ്യം പോയിട്ട് ഞാൻ അവിടെ പോയി സംസാരിച്ചു. ഓരോരുത്തരുടെ ഞാൻ സംസാരിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഉള്ളിൽ ഇപ്പോൾ എല്ലാവരോടും ഇവർക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ ഇവർ ഒരു ഹൈ പ്രൊഫൈലിൽ താമസിച്ച് ജീവിക്കുമ്പം അവർ മിങ്കിളാവാൻ വേണ്ടി പാടുപെടുന്നത് ഞാൻ മനസ്സിലായി. അപ്പം ഞാൻ ആ ഒരു മെത്തേഡ് ഞാൻ യൂസ്ഫുൾ ആക്കി. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ഇപ്പോൾ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണമെന്ന് അവർക്ക് ഉള്ളിലുണ്ട്, പക്ഷേ ആരും എടുത്തു കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ബ്ലിങ്കസി അടിച്ച് നിൽക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ തന്നെ അവരുടെ ഫോൺ വാങ്ങിച്ച് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് എൻ്റെ ഈ ബ്രോഷറും കൊടുക്കും. അപ്പം അവരുടെ ഉള്ളിൽ ബ്രോഷർ മറന്നാലും എന്നെ മറക്കത്തില്ല, ബ്രോഷർ ഓർക്കുവാണെങ്കിൽ എന്നെ ഓർക്കും.
അങ്ങനെ ഒരു കണക്ഷൻ ഞാൻ ബിൽഡ് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. എന്നെ അവർക്ക് പരിചിതമായി. എല്ലാവർക്കും ഓരോ ഫോട്ടോ എടുത്തു കൊടുക്കുന്നു അവരുടെ ഫോണിൽ തന്നെ. എന്നിട്ട് നോട്ടീസ് കൊടുക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ തന്നെ പറയും, ഇത് നിങ്ങൾക്ക് ഉപയോഗമില്ല, അങ്ങനെ പറഞ്ഞാൽ കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്താൽ ഇവർ വാങ്ങത്തില്ല. നിങ്ങൾക്ക് ഇത് ഉപയോഗമില്ല, ഇത് നിങ്ങളുടെ കൈ വെച്ചോളൂ, എന്തെങ്കിലും ഒരു ഉപയോഗം വരുമ്പോൾ നിങ്ങൾ തിരിച്ച് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പം ഇതുവരെയും അവർ കേട്ടിട്ടുള്ളത് എന്താണ്? സാർ ഇത് നമ്മുടെ പ്രൊഡക്റ്റാണ്, ഇത് സാർ നോക്കണം, ഇത് നമ്മൾക്ക് ഇന്ന ഫീച്ചറുണ്ട്. നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് നിങ്ങൾക്ക് ഇത് ഉപയോഗം വരും. ഇവർക്ക് ഉപയോഗം ഇല്ലാത്തൊരു സംഭവം നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഭാവിയിൽ ഇവർക്ക് ഇത് നെസസറി ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് മെത്തേഡ് ഞാനൊന്ന് മാറ്റി നോക്കി. എല്ലാവരും ചെയ്യുന്നത് ശരിയാണ്, എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ്, ഉപയോഗം ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗം ഉള്ളതാക്കി ഇൻഫോർമേഷൻ കൊടുത്തിട്ടാണ് സെല്ല് ചെയ്യുന്നത്. ഞാൻ തിരിച്ചു ചിന്തിച്ചു. നിങ്ങൾക്ക് ഇത് ഉപയോഗമില്ല എന്ന് പറയുമ്പം അവർ കേട്ട് വന്ന ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുമായിരുന്നു ഞാൻ ചെയ്ത ആദ്യത്തെ മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡിൽ അവർ ഇഷ്ടപ്പെട്ടു. അവർ ആ അപ്പം അവർ ഉപയോഗം ഇല്ല എന്ന് പറയുമ്പോൾ സാധനം വാങ്ങി. എന്നിട്ട് ഞാൻ ഉപയോഗം പറഞ്ഞു കൊടുത്തു. നാളെ നിങ്ങളുടെ വീട്ടിൽ എലിയുടെയോ പാറ്റയുടെയോ മൂട്ടയുടെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി, നമ്മൾ വന്നത് 1 year ഗ്യാരണ്ടി ഉണ്ട്, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ അവരുടെ ഉള്ളിൽ നമ്മൾ റിവേഴ്സ് മാർക്കറ്റിംഗ് ആണ് ചെയ്തത്. അതെന്തായാലും വിജയിച്ചു. എനിക്ക് അവിടെ നിന്ന് തന്നെ വർക്ക് കൺവേർട്ടായി. ഏകദേശം 1 yearലേക്കുള്ള 2 projects കൺവേർട്ടായി. പിന്നീട് ഞാൻ സംസാരിക്കുന്ന കണ്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് കുറേ പേരുണ്ട്. എന്നോട് കൂടുതലും ഇച്ചിരി പ്രായമായവരാണ് വന്ന് സംസാരിച്ചത്. അപ്പോൾ അവർക്ക് എന്നോട് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്കപ്പോൾ വലിയ മമ്മൂട്ടിയുടെ ഒരു ഫിലിം ഉണ്ടല്ലോ, തോപ്രാംകുടി, മറ്റേ എന്തുവാ സൗണ്ട് തോമയോ തോപ്രാംകുടി, ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഓർമ്മ. ഞാനൊരു പച്ചായ മനുഷ്യൻ, നല്ലതായിട്ട് സംസാരിക്കുന്നു, ഇവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇവരിങ്ങോട്ട് വന്നു. കൂടുതലും പ്രായമായവരാണ് എന്നോട് ആദ്യം അപ്രോച്ച് ചെയ്ത ആൾക്കാർ. അപ്പൂപ്പന്മാരും അവരെല്ലാം വന്ന് സംസാരിച്ച് തുടങ്ങി. അവരപ്പം അവരുടെ ഉള്ളിൽ ഫ്ലാറ്റിൽ ഒതുങ്ങിപ്പോയൊരു വിഷമം ഉണ്ടെന്ന് എനിക്ക് പിച്ച് ചെയ്യാൻ മനസ്സിലായി. കാരണം അവർ പറഞ്ഞു വരുമ്പം ഇപ്പോൾ ഇവിടെ എലിയുടെ പ്രശ്നമുണ്ട്, പക്ഷേ എൻ്റെ നാട്ടിൽ കുടുംബത്തിലെ എലിയുടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവിടെ യൂസ് ചെയ്ത മെത്തേഡ്സും അവിടെ ഈയിൽ കയറാത്തതും അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഗൃഹാതുരത്വം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ഫ്ലാറ്റിലല്ല, അവരുടെ പണ്ടത്തെ കുടുംബത്തിലും അവർക്കൊരു സ്നേഹമുണ്ട്. അത് ഇപ്പോഴും ഒരു ബോണ്ട് കിടപ്പുണ്ടെന്ന് മനസ്സിലായി. ഞാനത് പിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം നാട്ടിൽ എവിടെയാണ്, അപ്പം നാട്ടിൽ ഇപ്പോഴും അപ്പോൾ വീടാരും നോക്കാതെ ഇത് കിടന്ന് ചെതലൊക്കെ അടിച്ച് പോകുന്നുണ്ടോ, അങ്ങനെ എനിക്കൊരു വർക്ക് കൺവേർട്ടായി. അപ്പോൾ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ വീട് ചെയ്യാം. അങ്ങനെ അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ് ഫീലിങ്സ് എന്ന് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ എടുത്തു കയറി നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്താൽ ഈ ചവറ് പോലെ തന്നെ അവർ ബസ്ബിന്നിലിടും ഈ ബ്രോഷേഴ്സ്. അപ്പോൾ ഞാൻ കണ്ടു എല്ലാവരും ഈ ബ്രോഷർ മടക്കി അവരുടെ പേഴ്സിൽ വെക്കുന്നത് കണ്ടു. അവിടെ തന്നെ ഞാൻ വിജയിച്ചു. പിന്നീട് ഞാൻ എല്ലാവരെയും മിങ്കിൾ ചെയ്തു, കാര്യങ്ങൾ കൊടുത്തു. എൻ്റെ കൂടെ വന്ന കോമ്പറ്റീറ്റേഴ്സിന് പോലും ആരും എത്തുന്നില്ല. അതിൽ കൂടുതൽ ഡാറ്റ അല്ല, അതിൽ കൂടുതൽ ആൾക്കാർ എന്നെ മനസ്സിലാക്കി, എൻ്റെ പ്രോഡക്റ്റ് മനസ്സിലാക്കി. അവസാനം എനിക്ക് കുറച്ചൊരു 100 നോട്ടീസസ് അധികം വന്ന് ഞാനത് ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി ഏൽപ്പിച്ചു. കാരണം എല്ലാ ഫ്ലാറ്റുകാർക്കും വേണം. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എല്ലാവരുടെ ഒരുമിച്ച് ഗാദർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സെക്രട്ടറിയോട് സംസാരിക്കാം. എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഇത് ആവശ്യമുണ്ട്. അപ്പം സെക്രട്ടറിയായിട്ട് സംസാരിച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് എല്ലാ വീടുകൾക്കും ചെയ്യുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ എലി കയറണമെങ്കിൽ എലി ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വേണം മുകളിലോട്ട് വരാൻ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വേണം നമ്മൾ ആദ്യം പണി തുടങ്ങാൻ. അപ്പം സെക്രട്ടറിയായിട്ട് സംസാരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെ വർക്ക് തുടങ്ങാമെന്നൊരു 1 yearലേക്ക് വർക്ക് നമുക്കൊരു എഗ്രിമെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ വിഷമങ്ങൾ എത്ര നമുക്കൊരു ദിവസം ഉണ്ടായാലും നമ്മൾ പോസിറ്റീവ് നടക്കുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് കാല് വെക്കുക. ഇല്ലാതെ നമ്മൾ അവിടെ വെച്ച് എനിക്ക് എത്രയോ അവസരങ്ങളുണ്ടായി, അത് നിർത്തണം, പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായി. പക്ഷെ ഞാൻ അവിടെ ഒന്നും തളർന്നില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോയി. അവസാനം ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ന്യൂസുകാരൊക്കെ ഫ്രണ്ടിൽ ഈ ബൈറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പുണ്ട്. 24, ഏഷ്യാനെറ്റ്, മഴവില്ല്, അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഇവർക്കൊന്നും എന്നെ അറിയത്തില്ല. ഞാനപ്പോൾ ഇവരോട് ചോദിക്കുകയും ചെയ്ത് എൻ്റെ ബൈറ്റ് എടുക്കുന്നില്ലേന്ന്. അപ്പോൾ ഇവർ തമ്മിൽ നോക്കും ഇവൻ ആരാടാന്ന്. പക്ഷേ എനിക്കൊരാഗ്രഹം വന്ന് ഇനി ഒരു വർഷം ഇവർ നമ്മളെ കാണുമ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കണം, ആ ലെവലിൽ എനിക്ക് വളരണമെന്നൊരു ആഗ്രഹം അപ്പം തോന്നി. അപ്പോഴത്തേക്കൊരു ഊബർ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. ഊബർ വന്നു. പൊതുവേ ഞാൻ ഊബറിൽ ഫ്രണ്ട് സീറ്റിലാണ് കയറുന്നത്, എന്ന് വെച്ചാൽ ഡ്രൈവർ ഇരിക്കുന്ന കൂടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതും പുള്ളിക്കൊരു ആദ്യത്തെ അനുഭവമാണെന്ന് എന്നോട് പറഞ്ഞു. കാരണം എല്ലാവരും ബാക്ക് സീറ്റിൽ ഒരു ഡ്രൈവറിനെ പോലാണ് കാണുന്നത്, മിണ്ടത്തില്ല എന്നൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഊബറിലെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ നമ്മൾ ചെറിയൊരു മൊമെൻറ്റിലെങ്കിലും ഒരു ഹാപ്പി കൊണ്ടുവരാൻ പറ്റിയത് എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ നേരെ റിട്ടേൺ ചെയ്തു. നോർത്തിൽ ഇറങ്ങി ട്രെയിൻ കയറി റിട്ടേൺ വീട്ടിൽ വരികയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ ഡേ ഇതായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം മനസ്സിലായത്, തളരരുത്, മുന്നോട്ട് തന്നെ പോവുക,
വിജയം നമ്മൾ പരിശ്രമിച്ചാൽ സുനിശ്ചിതമാണ്. ഓക്കെ, എനിവേ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.